കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലിയുടെ എഫി പേജിൽ ദൈവവചനവുമായി കടന്നുവന്ന് അല്പസമയം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ അനുഗ്രഹീതമായ നിലയിൽ ഫേസ്ബുക്ക് പേജിൽ നടത്തപ്പെടുന്ന ദിനംതോറുമുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ ഈ റോസ് ഫാമിലി. അതിന് നേതൃത്വം കൊടുക്കുന്നത് കർത്തൃദാസി റോസിൽ സിസ്റ്ററാണ്. തന്നോടുള്ള നന്ദി ഈ തരുണത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. വിശിഷ്യ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നതിന് ആധാരമായി ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ താൽപര്യപ്പെടുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യമാണ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കുവാൻ താൽപര്യപ്പെടുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവി. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരെ വിളിച്ച ആ വിളിയുടെ ഗണത്തിൽ ഒന്നാമനായി തീർന്ന വ്യക്തിത്വമാണ് പത്രോസ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ താൻ എഴുതുകയുണ്ടായി. അതിൽ ദൈവജനത്തോട് താൻ അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിന്റെ മാറ്റമില്ലാത്തൊരു സന്ദേശം ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിശ്ചയമായും ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവി. നമ്മുടെ കർത്താവ് കരുതുന്നവനാണ് എന്ന പത്രോസ് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ലേഖനങ്ങൾ രണ്ടും നമ്മൾ പഠിച്ചാൽ താൻ തന്നെ പറയുന്നു, നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നത് കേവലം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേട്ട നിർമ്മിത കഥകൾ അത് കേട്ടിട്ടോ അത് പ്രമാണിച്ചിട്ടോ അല്ല. മറിച്ച് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിന്റെ പിറകിൽ അവന്റെ മഹിമ ഞങ്ങൾ കണ്ടതാ, അവന്റെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചതാ. യോഹന്നാൻ എടുത്തു പറയുന്നു, യോഹന്നാൻ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതും. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ഈ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിടുകയല്ല, ഞങ്ങളുടെ അനുഭവത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് പറയാൻ കാരണം നിർമ്മല കഥകൾ പ്രമാണിച്ചിട്ടല്ല, മറിച്ച് അവൻ ആരാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാ ഞങ്ങൾ. ആ മരുവമലയിലെ അവന്റെ മഹത്വം ഇറങ്ങി വന്നത് കണ്ടതാ പത്രോസ്. അതെ, ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ 3 കുടിലുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ ഭാഗം നമുക്കറിയാമല്ലോ. കർത്താവിന്റെ മഹത്വം, തന്റെ വസ്ത്രങ്ങൾ തൂവെള്ളയായി തീർന്നു. മാത്രമല്ല, തന്റെ മുഖം തേജസ് പോലെ സൂര്യനെ പോലെ പ്രകാശിച്ചു. ആ നിലകളിൽ കർത്താവിനെ അനുഭവിച്ചും രുചിച്ചും അറിഞ്ഞ പത്രോസ് പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. 1-2 കരുതലുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് ചില വാക്കുകളിലൂടെ തിരുവെഴുത്തിലൂടെ ശുശ്രൂഷിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അതിനാധാരമായി പത്രോസിന്റെ അനുഭവത്തിലൂടെ ദൈവം നൽകി തന്ന കരുതലുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ
ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു. മീൻപിടിക്കാരിറങ്ങി വല കഴുകിയായിരുന്നു. ആ പടകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കുക, ഗന്നേസരത്ത് ആ തടാകത്തിന്റെ കരയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പുരുഷാരത്തിന്റെ നടുവിൽ ഇപ്പൊ നിൽക്കുകയാണ്. തന്നെ കണ്ടപ്പോ തന്നെ അനവധി പുരുഷാരം കൂടി വന്നു. ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ കർത്താവ് ശ്രദ്ധിച്ചപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് കിടക്കുക. അതിലൊന്നിൽ ഷീമോനാണ്. താൻ ഇറങ്ങി തന്റെ വല കഴുകിക്കൊണ്ടിരിക്കുക. ആ പടകിലേക്ക് കർത്താവ് നടത്തും. അവിടെ ചെന്ന കർത്താവ് ഷീമോനോട് പറഞ്ഞു, ഒരല്പം നീക്ക്. ഷീമോൻ ചോദ്യം ചെയ്യാതെ തന്നെ തന്റെ പടക് നീക്കിക്കൊടുത്തു. കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ച് ഷീമോൻ ആ പടക് അങ്ങോട്ട് നീക്കിക്കൊടുത്തു. കരയ്ക്കടുത്ത് കിടക്കുകയാണേ. കർത്താവിന്റെ വാക്കനുസരിച്ചിപ്പോ അല്പം ആഴത്തിലേക്ക് ആ പടക് അങ്ങോട്ട് നീക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പടക്, നമ്മുടെ ജീവിതം കർത്താവ് പറയുന്നതിനനുസരിച്ചൊന്ന് നീക്കിക്കൊടുക്കാൻ തയ്യാറാകണം. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഈ പടകിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് നാറുന്ന പടകാത്. രാത്രി മുഴുവൻ ഈ വല വീശിയിട്ട് കിട്ടിയത് വല്ലതൊക്കെയാ, അതും ഇതുമൊക്കെയാ. അതെല്ലാം കൂടെ വലിച്ചിട്ടത് ഈ പടകിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാറ്റക്കേസായി മാറി. 2, ഇത് ശൂന്യമായ പടക, ഇതിനകത്തൊന്നുമില്ല. 3, ഇത് നീറുന്ന പടക. ഇതിന്റെ ഉടമസ്ഥനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം നീറിക്കൊണ്ടിരിക്കുക, വല്ലാത്ത നീറ്റല. തനിക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന ആ മീനിനെ കൊണ്ട് വിറ്റിട്ട് വേണം വീട്ടുകാര്യം നോക്കാൻ. വീട്ടിലെ ബാധ്യതകള്, കടങ്ങള്, പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നികത്തണമെങ്കിൽ എന്ത് വേണം? ആ മീനിനെ കൊണ്ട് വിറ്റ് അതിന്റെ ക്രമീകരണം നടത്തണം. അതിനുവേണ്ടിയാണ് താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആയതിനു വേണ്ടി വളരെ താല്പര്യപൂർവ്വം രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. പക്ഷേ ഒന്നും കിട്ടിയില്ല. ശൂന്യമായ പടക്, നീറുന്ന പടക്, നാറുന്ന പടക്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പടകിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ നീറിക്കൊണ്ടിരിക്കുക. ആ വലിയ പ്രതിസന്ധിയുടെ നടുവിലായി ഇപ്പോഴായിരിക്കുന്നത്. അധ്വാനത്തിന്റെ ഫലമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പടകിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, പക്ഷെ ശൂന്യമായ, തകർന്ന, നീറുന്ന, പ്രതിസന്ധികൾ നിറഞ്ഞ, എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാത്തൊരു പടക്. ഈ പടകിലേക്ക് അരുമനാഥൻ ഒന്ന് കയറി. ഇന്ന് ഈ സായാഹ്ന വേളയിൽ ആമേൻ, എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, ഇവിടെ പടകെന്ന് നാം ഉദ്ദേശിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച് ഓർക്കണം. ജീവിതത്തിൽ പലതിന്റെയും പിന്നാലെ യാത്ര ചെയ്തിട്ട് ഒന്നും നേടുവാൻ കഴിയാതെ, മുന്നേറുവാൻ കഴിയാതെ, പരാജയ ഭീതിയിൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ കൂട്ടിമുട്ടിയിരിക്കുന്നത്. എങ്ങനെ അതൊന്ന് പരിഹരിക്കും? ഞാൻ ആഗ്രഹിച്ച വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു, പക്ഷേ അവിടെ എങ്ങും പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നില്ല, വിഷയങ്ങൾക്കൊരു വിടുതൽ കിട്ടിയില്ല. അനവധി പോംവഴികൾ തിരഞ്ഞു, അനവധി മാർഗങ്ങളിലൂടെ കടന്നുപോയി, പക്ഷേ പ്രശ്ന പരിഹാരം നടന്നില്ല. ജീവിതത്തിൽ ഒത്തിരി പരാജയപ്പെട്ട, ജീവിതത്തിൽ ഒത്തിരി പരാജയപ്പെട്ട ഒരു പടകിനെ പോലെ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി ജീവിതമായിരിക്കാം നിങ്ങൾ. എന്നാൽ എന്റെ കർത്താവ് നിങ്ങളോട് പറയുന്നത്, ഒരൽപ്പം നീക്കുക.
നിങ്ങൾ ആ കിടക്കുന്ന പരുവത്തിൽ കിടക്കാതെ എന്റെ കർത്താവിന്റെ വാക്കിനനുസരിച്ച് ഇന്ന് ഈ സായാഹ്ന വേളയിൽ പടകൊരൽപ്പം നീക്കിയാൽ നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുകയാ. നമുക്കറിയാം, അനവധി പടകുകളും വള്ളങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ വെള്ളത്തിൽ ഇറക്കുന്ന വള്ളമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ വള്ളത്തെ നമുക്കറിയാം. അതെന്തിനാന്ന് ചോദിച്ചാൽ അത് വള്ളംകളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളമാണ്. അതിങ്ങനെ കരയോട് ചേർന്ന് കിടക്കും. ഞാൻ ആ വള്ളം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കരമായ നിലയിൽ അലങ്കരിച്ച മനോഹരമായ വള്ളമാണ്. പക്ഷേ അത് ആണ്ടിലൊരിക്കൽ മാത്രമേ ആഴത്തിലേക്ക് ഇറക്കത്തുള്ളൂ. അല്ലാത്ത അവസരങ്ങളിലൊക്കെ അത് കരയോട് ഇങ്ങനെ ചേർത്ത് കിടക്കുക. ഇങ്ങനെ ചില വിശ്വാസികളുണ്ട്. വല്ലപ്പോഴും എങ്ങാനും ആണ്ടിലൊരിക്കലൊക്കെ ഇറക്കുന്ന ഈ വള്ളംകളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളം പോലെയുള്ള ചില ആളുകളുണ്ട്. സ്തോത്രം, ഇങ്ങനെ കരയോട് ചേർന്ന് കിടക്കുക. അതിന്റെ കാരണം അവരുടെ സുരക്ഷിതമാണ് അവരാഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു കൊടുങ്കാറ്റോ പ്രതിസന്ധിയോ ഒരു സുനാമിയോ ഒക്കെ അടിച്ചാൽ കരയോട് ചേർന്ന് കിടന്ന എന്നാ കുഴപ്പം? കരയോട് ചേർന്നല്ലേ കിടക്കുന്നത്. ആഴത്തിലേക്ക് നീങ്ങിയാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ വള്ളം ഇറക്കാൻ തയ്യാറാകുന്നില്ല, വള്ളം ഇറങ്ങുന്നില്ല, പിന്നെ കിടക്കുന്നത് കരയോട് ചേർന്ന. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്ന ഒരു സന്ദേശമുണ്ട്. കരയോട് ചേർന്ന് കിടക്കുകയല്ല വേണ്ടത്. ഈ ദിവസങ്ങളിൽ ആഴത്തിലേക്കൊന്ന് നീക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവപുത്രനായ യേശുവിന്റെ ദിവ്യമായ സാന്നിധ്യം ആ നീറുന്ന പടകിൽ, ആ ശൂന്യമായ പടകിൽ, ആ പ്രതിസന്ധി നിറഞ്ഞ പടകിൽ എന്റെ കർത്താവ് കാലുകുത്തിയെങ്കിൽ പത്രോസിനോട് പറയാനുള്ളത്, ഒരൽപ്പം ആഴത്തിലേക്ക് നീക്ക്. ഈ കിടക്കുന്ന പടിയെ കിടക്കാതെ ആ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നീ അല്പം ആഴത്തിലേക്ക് നീക്ക്. അങ്ങനെ പത്രോസ് ആ പടക് നീക്കി. സ്തോത്രം. നീക്കിയതിനു ശേഷം കർത്താവ് ആ പടകിൽ നിന്നുകൊണ്ട് പുരുഷാരത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, നീറുന്ന പ്രശ്നവുമായിട്ടല്ലേ പത്രോസ് നിൽക്കുന്നത്? അതെ. ഇപ്പൊ പത്രോസിനോട് ദൈവം ഇടപെടുന്നൊന്നുമില്ല. പത്രോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ പടക് കർത്താവ് പുൾപ്പിറ്റാക്കി മാറ്റി. പടക് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. ആ പടക് ഇപ്പോൾ സ്റ്റേജായിട്ട് മാറിയിരിക്കുക. ആയിരങ്ങൾ തീരത്ത് നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക. പത്രോസ് ഒരു വശത്ത് നിന്നുകൊണ്ട് തന്റെ വല കഴുകിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണമേ, ആയിരങ്ങൾ ദൈവ ശബ്ദം കേൾക്കുക. ഈ പടകിൽ ഒരു പുൾപിറ്റാക്കി മാറ്റിയ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്റെ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ പത്രോസിന് തോന്നിക്കാണും, എന്റെ തമ്പുരാനെ ഇതങ്ങോട്ട് നീക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു അത്ഭുതം കർത്താവ് ചെയ്യുമെന്ന. പക്ഷെ ഒരത്ഭുതവും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ അത്ഭുതമൊന്നുമില്ല. ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രിഫറൻസ് കരയിൽ നിൽക്കുന്ന ജനത്തോട് നിന്റെ പടകിലൂടെ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുക. ആയിരങ്ങൾ വചനം കേൾക്കുവാൻ തിരക്കുക. അവരുടെ നടുവിലായി എന്റെ കർത്താവ് നിൽക്കുന്നത്. അവരെ കുറിച്ചുള്ള ഭാരമായി എന്റെ കർത്താവിന്. അതുകൊണ്ട് നിന്റെ ആ നീറുന്ന പടകുണ്ടല്ലോ, ആ ശൂന്യമായ പടകുണ്ടല്ലോ, എന്റെ കർത്താവിന് വേണ്ടി ഒന്ന് നീക്കിക്കൊടുത്തേ. നിന്നിലൂടെ എന്റെ കർത്താവ് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആമേൻ. എങ്കിലും എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയട്ടെ. ആമേൻ. നിന്റെ ശൂന്യതകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വളരെ ആയിരിക്കാം. പക്ഷെ കർത്താവ് പാദം ചവിട്ടിയ നിന്റെ ജീവിതമാകുന്ന പടക് ഇന്ന് ഈ സായാഹ്ന വേളയിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. മറ്റൊന്നുമല്ല, ആദ്യത്തെ പ്രിഫറൻസ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്ത് നിന്നെ വിടുതലിലേക്ക് നയിക്കുക എന്നുള്ളതല്ല കർത്താവിന്റെ പദ്ധതി. ആദ്യത്തെ ചിന്ത പുരുഷാരത്തിന് വേണ്ടി എന്റെ കർത്താവ് നിന്റെ പടകിനെ ഒരു പുൾപിറ്റാക്കി മാറ്റുക എന്നുള്ളതാ. എന്റെ യേശുവിന് വേണ്ടി എന്റെ ദൈവത്തിന്റെ വചനം ദേശത്ത് വിളംബരം ചെയ്യേണ്ടതിന്, ആത്മാക്കളെ വിടുവിക്കേണ്ടതിന്, അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് എന്റെ കർത്താവിന് ഒരു പുൾപിറ്റ് ആവശ്യമുണ്ട്. സഹോദര സഹോദരി, നിന്നെയാണ് എന്റെ കർത്താവ് കണ്ടിരിക്കുന്നത്. നിന്റെ പ്രശ്നത്തെക്കാൾ അപ്പുറത്ത് നിന്റെ ജീവിതത്തെ എന്റെ കർത്താവ് അന്വേഷിച്ചു വരികയാ. നിന്റെ ജീവിതത്തെ അവനൊരു സ്റ്റേജാക്കി മാറ്റിക്കൊണ്ട് അനേകരുടെ മുമ്പിൽ ഒരത്ഭുത വിഷയമായി പത്രോസിന്റെ പടകിനെ ദൈവം മാറ്റി. സ്തോത്രം. ആ പടകിൽ നിന്നുകൊണ്ട്
കർത്താവ് ശുശ്രൂഷിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതത്തിന്റെ വചനങ്ങൾ എന്നും കോൾമയർ കൊണ്ടു. അനേക ഹൃദയങ്ങളിൽ അത് ചലിക്കാൻ തുടങ്ങി. അനേകരെ കർത്താവിന്റെ മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തുടങ്ങി. ഗന്നേസര് തടാകത്തിന്റെ കരയിൽ ആ പ്രഭാതത്തിൽ ഒരു വലിയ ശുശ്രൂഷ നടക്കുക. ശ്രദ്ധിച്ച്, ഒരു വലിയ ക്രൂസൈഡിനേക്കാൾ, വലിയ കൺവെൻഷനേക്കാൾ അത്ഭുതകരമായ ശുശ്രൂഷ നടക്കുക. എവിടെയാ നടക്കുന്നത്? പത്രോസിന്റെ പടകില. ഒരല്പം നീക്കിക്കൊടുത്ത പത്രോസിന്റെ പടകിൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ആമൻ കർത്താവിന്റെ വാക്കനുസരിച്ചൊന്ന് നീക്കിക്കൊടുക്ക് സഹോദര, നീക്കിക്കൊടുക്ക് സഹോദരി. നിന്നിലൂടെ വൻ കാര്യം ചെയ്യുവാൻ കർത്താവിനുണ്ട്. ഇന്നലകളിൽ നീ പറഞ്ഞു, എന്റെ പടക് ശൂന്യമാ, എന്റെ ജീവിതം ശൂന്യമാ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, മുന്നേറുവാൻ കഴിയുന്നില്ല. അപജയങ്ങളും പരാജയങ്ങളും കെടുതികളും കേടുകളുമായി ജീവിതത്തെ ആമേൻ നോക്കി 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 നിരാശപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആമേൻ, എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പടകിലൂടെ ആയിരങ്ങളെ ശുശ്രൂഷിപ്പാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി അവന്റെ വാക്കിത്രേ ഉള്ളൂ. നിന്റെ പടകൊന്ന് നീക്കിക്കൊടുക്കുക, നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കുക, പടകിനെ നീക്കിക്കൊടുക്കുക. ആ നിലകളിൽ കർത്താവിന്റെ സന്നിധിയിൽ പത്രോസ് തന്നെ തന്നെ നീക്കിക്കൊടുത്തു. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, സംസാരിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ. അപ്പൊ നോക്കണം, ശുശ്രൂഷ കഴിഞ്ഞ പത്രോസിനോട് കർത്താവ് ഇടപെടുന്നത്. തന്റെ ശുശ്രൂഷ കഴിഞ്ഞു, സംസാരിച്ചു തീർന്നു, പുരുഷാരത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ കഴിഞ്ഞു. അതാ പടകിൽ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ വിഷയത്തിലേക്ക് കർത്താവ് കയറുക. എന്തോ പറഞ്ഞു? പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞു. അവ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ വലയിറക്കിയതാ, രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, പക്ഷെ ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഒരു കാര്യം, നിന്റെ വാക്കിന് വലയിറക്കാം, നിന്റെ വാക്കിന് വലയിറക്കാം. കാരണം നിന്റെ വാക്ക് ഇത്രയും സമയം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അത്ഭുതങ്ങളുടെ വചനങ്ങളാ, അത് വിടുതലിന്റെ വചനങ്ങളാ. അത് എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അത്ഭുതങ്ങൾ വ്യാപരിച്ചിട്ടുണ്ട്. ആ വചനത്തിന്റെ പിൻപിൽ എന്റെ വല ഞാൻ ഇറക്കാൻ പോകുകയാ, പടകിന്റെ വലത്ത് ഭാഗത്തേക്ക്. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ആകാശത്തിന്റെ കൊള്ളിമീനെ കണ്ടുകൊണ്ട് മീൻ പിടിക്കാൻ കഴിവുള്ളവനാ പത്രോസ്. മുക്കുവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ആ നിലകളിൽ എവിടെ മീനുണ്ടോ എന്ന് മനസ്സിലാക്കി വലയിറക്കി മീൻ പിടിക്കാൻ കഴിവുള്ളയാളായി പത്രോസ്. എന്നാൽ ശ്രദ്ധിക്കുക, ആമേൻ രാത്രി മുഴുവൻ പിടിച്ചു നോക്കി. ഏതൊക്കെ നിലകളിൽ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ മീനിനെ കണ്ടെത്താമോ അവിടെ എല്ലാം നോക്കി, കണ്ടുപിടിക്കാൻ നോക്കി. പക്ഷേ ഒന്നും കിട്ടിയില്ല, ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയില്ല, സാധാരണ പറയുന്ന പോലെ. എന്നാൽ ഇപ്പോഴൊറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ വാക്കിന് വലയിറക്കാം. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ ഒന്നും ലഭിക്കാതെ, ഒന്നും പിടിക്കാതെ, ജീവിതത്തിൽ നിരാശയോടെ, നിരാശ്രയ ബോധത്തോടെ എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, എന്റെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദ്യചിഹ്നങ്ങളുമായി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്റെ കർത്താവിന്റെ വാക്കിനും നീ വലയിറക്കാൻ തുടങ്ങിയാൽ ആമേൻ, ഇന്നലകളിൽ ശൂന്യമായ നിന്റെ പടക് നിറയാൻ പോകുകയാണ്. ജീസസ്, എന്റെ കർത്താവ് നിന്റെ പടകിനെ നിറയ്ക്കുവാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ശൂന്യതകളെ നോക്കി നിരാശപ്പെട്ടിരിക്കാതെ, ഇന്നലകളെ കുറിച്ച് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കാതെ, അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ. ഇല്ല, നിന്റെ പടകിൽ കയറിയിരിക്കുന്ന അരുമനാഥൻ അത്ഭുതങ്ങളുടെ ദൈവമാ. നിനക്ക് വേണ്ടി അവൻ ചലിക്കാൻ പോകുകയാ. അവന്റെ ശുശ്രൂഷ അത് ഫസ്റ്റ് പ്രിഫറൻസ് ജനത്തിന് വേണ്ടിയായിരുന്നു, ജനത്തോട് സംസാരിക്കുന്നതിനായിരുന്നു. രണ്ടാമത്തെ കാര്യം നിനക്ക് വേണ്ടിയാ. നീ പടകിൽ എന്റെ കർത്താവ് കയറിയെങ്കിൽ ആമേൻ, പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് എന്റെ കർത്താവ് ഒന്ന് നോടിച്ചാൽ മതി, നിമിഷങ്ങൾ കൊണ്ട് ആമേൻ, ഗന്നേസരത്ത് തടാകത്തിലുള്ള സകല മീനുകളും ഓടിയെത്തും. നിമിഷങ്ങൾ കൊണ്ട് അത് സംഭവിച്ചില്ലേ? സംഭവിച്ചു. പത്രോസ് വലയിറക്കി പടകിന്റെ വലത്ത് ഭാഗത്ത്. നമുക്കറിയാം, പെരുത്ത
കടുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി, കീറിയെന്നല്ല, വല കീറാറായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മീനുണ്ടായി. മീൻ മുഴുവൻ ഈ വലയ്ക്കകത്ത് വന്ന് കയറി. എവിടെ ഇരുന്നു മീനൊക്കെ? ഉടയവൻ വിളിച്ചപ്പം വന്നെന്നേ. ഇങ്ങ് സ്തോത്രം. നീ വിളിച്ചിട്ടും പിടിച്ചിട്ടും നോക്കിയിട്ടും കിട്ടാത്ത ചിലത് എന്റെ ഉടയവൻ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്ന ദൈവമാ. അതറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാണാത്തതും കണ്ടെത്താൻ കഴിയാത്തതും പ്രാപിക്കാൻ കഴിയാത്തതുമായ ചിലതിനെ എന്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്താൻ പോവുക. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്ന ദൈവമായ എന്റെ കർത്താവ്. ആമേൻ. തെക്കിനോട് തടുക്കരുതെന്നും വടക്കിനോട് തരിക എന്നും. ആമേൻ. ഇന്ന് ഈ ശയാന വേളയിൽ ആരൊക്കെ തടുത്തു വെച്ചിട്ടുണ്ടോ? ആരൊക്കെ നിനക്ക് വിരോധമായി ആമേൻ സ്തോത്രം ആമേൻ ആ കാര്യങ്ങൾ മുൻപോട്ട് ആമേൻ നിനക്ക് തരാതിരിക്കുന്നുവോ? അവിടെയൊക്കെ എന്റെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുക. ചിലതെല്ലാം ഓടിയെടുക്കാൻ പോകുക. ചില വിടുതലുകളെല്ലാം നിന്റെ പടകിനടുത്തേക്ക് വരാൻ പോകുക. ഈ ശുശ്രൂഷയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലകളിൽ നഷ്ടം ഭവിച്ച, ഇന്നലകളിൽ ചോദ്യചിഹ്നമായി മാറിയ, ഇന്നലകളിൽ പരാജയപ്പെട്ടും തോന്നിയ ചില വിഷയങ്ങളുടെ ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ അവന് നീ ഇടം കൊടുക്ക, അവന്റെ വാക്ക് നീ അനുസരിക്ക്, അവന്റെ ആലോചനയ്ക്ക് മുൻപോട്ട് പോക. ഈ ദിവസങ്ങളിൽ നിന്റെ പടകിനകത്ത് ആമേൻ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നിന്റെ വല അത് ശൂന്യമായിരിക്കുകയില്ല. നിന്റെ വല ഇന്നലകളിൽ ശൂന്യമായിരുന്നെങ്കിൽ അതിനെ നിറയ്ക്കുന്നവൻ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചിലതിനെ എന്റെ കർത്താവ് വിളിച്ച് ആമേൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ചിലതിനകത്ത് കയറാൻ പോകുക. ആമേൻ. നിന്റെ തകർന്ന ഹൃദയത്തെ എന്റെ കർത്താവിനറിയാം. നിന്റെ നീറുന്ന പ്രശ്നങ്ങളെ എന്റെ കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ച് ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയോടുകൂടി ആയിരിക്കുന്ന പരിസ്ഥിതിയിൽ എന്റെ കർത്താവ് പറയുന്നു, വലയിറക്ക, പടകിന്റെ വലത്ത് ഭാഗത്തിറക്ക. ആമേൻ. ചോദ്യം ചെയ്തില്ല. കാരണം ഇവൻ തച്ചനാണല്ലോ, തച്ചന്റെ മകനാണല്ലോ. ഞാനാണെങ്കിൽ ആമേൻ അറിയപ്പെടുന്ന ഒരു മീൻപിടുത്തക്കാരനാണ്. തച്ചന്റെ മകൻ എന്തറിയാം എന്നൊന്നും ചോദ്യം ചെയ്തില്ല. തച്ചന്റെ മകനാണെങ്കിലും അവൻ ഈ ആകാശഗംഗയെയും ഈ ഭൂമിയെയും പണിത അച്ഛനാണ്. അവനാരാ? ഇതിന്റെ മേൽ അധികാരമുള്ളവനാണ്. അവനാരാ? സമുദ്രത്തിന്റെ മേൽ, അതിന്റെ ആമേൻ മത്സ്യങ്ങളുടെ മേൽ, അവൻ കാറ്റിന്റെ മേൽ, കടലിന്റെ മേൽ അധികാരമുള്ളവനാണ്. അവനാണ് പറയുന്നത്, വലയിറക്ക, വലയിറക്ക്. അത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാം, പടക് നിറച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സബദി മക്കൾ അടുത്ത് മീൻ പിടിക്കുന്നുണ്ട്. അവരെ ഇങ്ങോട്ട് മാടി വിളിച്ചു, വന്നാട്ടെ, ദേ ഇവിടെ ഞങ്ങളുടെ പടക് നിറഞ്ഞു, ഞങ്ങൾക്ക് ഈ പടകിനകത്ത് ഇനി മീൻ ഇടാനായിട്ട് ഇടയില്ല, അതുകൊണ്ട് വേഗം വന്നാട്ടെ എന്ന് പറഞ്ഞ് അവരെ കൂടെ, കൂട്ടാളികളെ കൂടെ വിളിച്ച് അവർക്കും വേണ്ടതുപോലെ അങ്ങോട്ട് പടക് നിറച്ചു കൊടുത്തു. എന്താ സംഭവിച്ചത്? ആ ഗന്നേശ്വരത്ത് തടാകത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് പഠിക്കേണ്ട പാഠങ്ങൾ എന്താ? ഒന്ന്, നിന്റെ പടക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് കർത്താവ് നിന്റെ പടകിലൂടെ സംസാരിക്കുവാൻ ഈ ദിവസങ്ങളിൽ അവന്റെ ആലോചനയ്ക്കും ഹിതത്തിനും നീ നിന്നെ കൊടുക്കുമ്പോൾ, അവന്റെ ഹിതത്തിനു വേണ്ടി നീ വിട്ടുകൊടുക്കുമ്പോൾ, അവന്റെ ഹിതത്തിനു വേണ്ടി നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കുമ്പോൾ, ഒരു കാര്യം സത്യമാ, നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അനേകർക്ക് വിടുതലായി വെളിപ്പെടും എന്ന് മാത്രമല്ല, നിന്റെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ആമേൻ. ഈ ശുശ്രൂഷ അങ്ങോട്ട് പര്യവസാനിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. ആ മീൻപിടുത്തത്തിന്റെ ആ സംഭ്രമത്തിൽ, അതിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ പത്രോസ് നെടുമ്പാട് കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് പറയാ, പാപിയായി എന്നോട്, പാപിയാണ് ഞാൻ കർത്താവേ, ഇത്രയും വലിയ വിടുതൽ അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയാ. അവൻ ഉള്ളത് സമ്മതിച്ചു ദൈവസന്നിധി നെടുമ്പാട് വീണ് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഇപ്പം വരെ മീൻ പിടിക്കുന്നവനാ, പക്ഷെ നിന്നെ ഞാൻ മനുഷ്യ മീനുകളെ പിടിക്കുന്നവനാക്കാൻ പോകുക. അതെ, അന്നേ ദൈവത്തിന്റെ പദ്ധതി അതാ. അതിനുവേണ്ടിയാന്നേ ഈ വലിയ മീൻപിടുത്തം ഇവിടെ നടത്തിയത് കേട്ടോ. കേവലം കുറച്ച് മീൻ പിടിച്ച് നിനക്ക് തരിക എന്നുള്ളതല്ല കർത്താവിന്റെ ഉദ്ദേശം. ചിലർക്കെല്ലാം ഒരു ധാരണയുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം കർത്താവ് തക്ക സമയത്ത് എല്ലാം തന്ന് നമ്മളെ നടത്തുന്ന
ഒരു നല്ല ഇടയൻ ഒക്കെ ശരിയാ, എല്ലാം ഞാൻ സമ്മതിച്ചു. പോറ്റാൻ പറ്റിയവൻ, കുടിക്കാൻ തരുന്നു, തിന്നാൻ തരുന്നു, നമ്മുടെ പ്രാണനെ പുലർത്തുന്നു, ഇതെല്ലാം കർത്താവ് ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ പുറകിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് പലരും തിരിച്ചറിയുന്നില്ല. അതിലാ ഖേദം വരുന്നത്. നമുക്കറിയാം, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഭയങ്കര സംഭവമായിരുന്നു. പൂശാലുമെല്ലാം ഓടിക്കൂടി, ഒത്തിരി ആളുകൾ വന്നെന്നേ. ഇതുപോലെ അത്ഭുതം ചെയ്യുന്ന ഒരാളുണ്ടോ? അതെന്നേ. ഇനി റേഷൻ കടയിലൊന്നും പോകണ്ട, യേശുവിന്റെ പുറകെ പോയാൽ മതി. അപ്പം തീനികളെല്ലാം കൂടെ വന്നു യേശുവിന്റെ പിന്നാലെ, ഒത്തിരി എണ്ണം വന്നു. അങ്ങോട്ട് മാറി കർത്താവ് ഒരു ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനേ നിങ്ങൾക്ക് അപ്പം തരാൻ വന്ന ആളല്ല കേട്ടോ. നമ്മുടെ പിതാക്കന്മാരൊക്കെ മരുഭൂമിയിൽ അപ്പം തിന്നു, എന്നാൽ ഞാൻ തന്നെ ജീവന്റെ അപ്പമാ. എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് കേട്ടപ്പോഴേ ഇവര് ഞെട്ടി. ഇവിടെ ഇവൻ എന്താ ഈ പറയുന്നേ? പിറുവിടുക്കാൻ തുടങ്ങി. അതേന്ന് ഇവിടെ ഈ കുറച്ച് അപ്പം തന്ന് നിങ്ങളെ തീറ്റിച്ച് ദിവസം തോറും നിങ്ങൾക്ക് അപ്പം തരാൻ വേണ്ടി വന്ന അപ്പം ഉപദേശിയല്ല ഞാൻ. പിന്നെ ഞാൻ ജീവന്റെ അപ്പമാ. നിത്യജീവൻ നൽകുന്ന ജീവന്റെ അപ്പമാ. അതുകൊണ്ട് എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതങ്ങോട്ട് ചരിത്രം അങ്ങോട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒത്തിരി ആളുകളും പറഞ്ഞു, ഈ പുള്ളി എന്നതായി പറയുന്നത്. എടാ, ഞങ്ങളെ വിചാരിച്ച കുറച്ച് അപ്പം കിട്ടുമെന്നാ വിചാരിച്ച്. ഇനിയും കിട്ടും, ഇനിയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും, വൈകിട്ടും കിട്ടും. റേഷൻ കടയിൽ പോകാതെ കാര്യം നടത്താം. അങ്ങനെയാണല്ലോ ശമരിയാക്കാരിയും വിചാരിച്ചത്. അങ്ങനെയാണല്ലോ. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ജീവനുള്ള വെള്ളം തരുമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി പറയാ, ഞാൻ ഇവിടം വരെ വരാതെയും വെള്ളം കോരാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം, അങ്ങോട്ട് പൈപ്പിട്ട് തരണമെന്ന് പെരയ്ക്കകത്തോട്ട്. കുടിക്കാനുള്ള വെള്ളമേ കർത്താവ് പറഞ്ഞു, ആ വെള്ളമല്ല, നീ പറയുന്ന വെള്ളമല്ല. നമുക്കറിയാമല്ലോ, ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. കേവലം കുറച്ച് പച്ചവെള്ളം കൊടുക്കാൻ വന്ന ആളല്ലെന്ന് കർത്താവ്. കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ വന്നയാളല്ല, അപ്പം കൊടുക്കാൻ വന്നയാളല്ല, കർത്താവ് കുറച്ച് മീനിനെ കൊടുക്കാൻ വന്നയാളല്ല. ഇതെല്ലാം കർത്താവ് കൊടുത്ത എന്തിനാണെന്നറിയാവോ? അതിന്റെ പുറകിൽ ആഴത്തിലൊരു സത്യമുണ്ട്. അതിന്റെ പുറകിൽ ആഴത്തിലൊരു സത്യമുണ്ട്. പത്രോസിന് പടക് നിറച്ചു കൊടുത്തേച്ച് പറയുക, ആമേ, നീ ഇന്ന് വരെ മീനെ പിടിച്ചു, ശരി, എന്നാ നിന്നെ ഞാൻ മനുഷ്യ മീനിനെ പിടിക്കുന്നവനാക്കാൻ പോവാ. ചൂടാമാന, നീ ഇനി പടകും വല എടുത്തോണ്ട് ഈ കടലിലിറങ്ങി ഗന്നേസരത്തിലോ തിബരിയോസിലോ ഒക്കെ പോയി വല വീശി പിടിക്കണ്ട. ഈ ചാളയും ഈ കാണുന്ന മീനും ഒന്നുമല്ല, നിന്നെ ഞാൻ മനുഷ്യ മീനെ പിടിക്കുന്നവനാക്കും. സ്തോത്രം, സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രവൃത്തി തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തെ കാതലായ വിഷയം അതാ. 1, 2, 3, 4, 5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അതിന്റെ ബാലപാഠമാ. എന്നാൽ ഇങ്ങോട്ട് കേറി വരുമ്പോൾ അതിന്റെ കാമ്പായ ശരിയായ ഉന്നതമായ പാഠങ്ങളാ പഠിച്ചു വരുന്നത്. ഇന്നും പല വിശ്വാസികളും ബാലപാഠത്തിനകത്ത് കിടന്ന് കളിക്കുക. ഈ പന തറ ദൈവവചനത്തിന്റെ കാര്യമെല്ലാം ബാലപാഠത്തിൽ കിടക്കുക. അതുകൊണ്ടല്ലേ പൗലോസ് എബ്രായ വിശ്വാസത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോഴും പഴയത് പണ്ടത്തെ പാഠങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഉപദേശിച്ചു തരണം. ക്ലാസ് ഇതുവരെ കയറ്റം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് കേവലം മീൻപിടുത്തമല്ല, എന്നാൽ ആവശ്യത്തിന്റെ മുഖത്ത് കർത്താവ് അത് പിടിച്ചു തരും, നിനക്ക് വേണ്ടി വഴി ഒരുക്കും, അത്ഭുതം ചെയ്യും. പക്ഷെ അതിന്റെ പിന്നിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി വെളിപ്പെടുവാനുണ്ട്. ഈ പത്രോസിനെ ആദ്യം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന അന്ത്രയോസ. നിങ്ങൾക്കറിയാമോ, അന്ത്രയോസാണ് പത്രോസിനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, പത്രോസ് 2 ലേഖനം എഴുതി, പക്ഷെ അന്ത്രയോസ് 1 ലേഖനം എഴുതിയിട്ടില്ല. പക്ഷെ അന്ത്രയോസിന്റെ പ്രതിഫലം ഭയങ്കരമായിരിക്കും. കാരണം ഈ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാ? ഒരിക്കൽ യോഹന്നാൻ
സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആ വഴി പോകുമ്പോഴാ വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിന്റെ. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യുന്ന അന്ത്രയോസും യോഹന്നാനും കൂടെ യേശുവിന്റെ പിന്നാലെ പോയി. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടോ? അവര് പെട്ടെന്ന് യേശുവിന്റെ പിന്നാലെ പോയി. യേശു താമസിക്കുന്നിടത്ത് ചെന്നു. യേശുവിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാൺബീൻ എന്ന് പറഞ്ഞ് അന്ന് രാത്രി യേശുവിനോട് ഒരുമിച്ച് പാർത്തു. യേശുവുമായുള്ള ബന്ധത്തിൽ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണക്കാരനാരുമല്ല, തങ്ങളുടെ ഗുരുവായ സ്നാപക യോഹന്നാനേക്കാളും ശക്തനായ മശിഹയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒറ്റ രാത്രി താമസിച്ചതേ ഉള്ളൂ, അവർക്ക് ആളെ പിടികിട്ടി. അവര് നേരം വെളുത്തപ്പോ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പത്രോസിനെ കണ്ടു. അന്ത്രയോസ്, പത്രോസേ, നീ ഒരു കാര്യം പറഞ്ഞോ? മശിഹയെ ഞങ്ങൾ കണ്ടെത്തി, ഗുരുവിനെ കണ്ടെത്തി, അതുകൊണ്ട് വേഗം വരാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, പല കാര്യങ്ങളല്ലേ, മീൻ പിടിക്കാൻ പോണം. ഇല്ല, നീ ഒട്ടും അമാന്തിക്കരുത്, എന്റെ കൂടെ വരാൻ പറഞ്ഞു. വേഗം പത്രോസിനെ കൂട്ടി യേശുവിന്റെ അടുക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് പത്രോസും കർത്താവുമായിട്ടുള്ള ആദ്യ കാഴ്ച. കേട്ടോ, അന്ത്രയോസ് അതിന് കാരണക്കാരൻ. ചിലരെ കർത്താവിന്റെ അടുക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, ചിലരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇത് എനിക്കെല്ലാം വേണം, ഞാൻ കർത്താവിൽ പ്രാപിച്ചോളാം, അവനെയും വേണ്ട, ഇവനെയും വേണ്ട, ഈ ശങ്കരനെയും വേണ്ട, തോമാച്ചനെയും വേണ്ടെന്നല്ല. ഈ ദിവസങ്ങളിൽ നിന്റെ അയൽക്കാരെ, നിന്റെ ചുറ്റുപാടുള്ളവരെ, നശിക്കുന്ന ഭാവിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനാ ദൈവം നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, ആമേൻ, വിളിച്ചിരിക്കുന്നത്. ഈ അന്ത്രയോസിന്റെ പ്രത്യേകത അതാ. മറ്റൊരു പ്രത്യേകത, ഈ പുള്ളിയാണെന്ന് ഒരു ബാലകനെ കൊണ്ടുവന്നത് യേശുവിന്റെ അടുക്ക്. 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന ബാലകനെ, ആ ബാലകനെ തപ്പിയിറങ്ങി കണ്ടുപിടിച്ചത് ഈ അന്ത്രയോസാ. 5000 പേരെ പോഷിപ്പിച്ചതും അത്ഭുതം നടത്തിയതും അതിന്റെ പിന്നിൽ ഒരു ബാലകൻ മുഖാന്തരമാണെന്ന് നമുക്കറിയാം. ആ ബാലകനെ കണ്ടെത്തിയത് ഈ അന്ത്രയോസാ. സ്തോത്രം. ചിലരെ കണ്ടെത്താനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ നിനക്ക് അത്ഭുത പ്രസംഗമൊന്നും ചെയ്യാൻ അറിയത്തില്ല, ലേഖനം എഴുതാൻ അറിയത്തില്ല, വലിയ കഴിവില്ലായിരിക്കാം, വലിയ പാട്ടുകാരനല്ലായിരിക്കും. ആമേൻ, സ്തോത്രം. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ആമേൻ, ഇറങ്ങിച്ചെന്ന് ചിലരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ചിലരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. യേശുവിനെ കണ്ടെത്തിയെങ്കിൽ, യേശുവിൽ നിന്ന് നീ പ്രാപിച്ചെങ്കിൽ, യേശുവിൽ നിന്ന് നീ വിടുതൽ അനുഭവിക്കുന്നെങ്കിൽ, ആ യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ ചിലരെങ്കിലും ഈ ദിവസങ്ങളിൽ മുൻപോട്ട് വരട്ടെ. അപ്പോ ഈ വലിയ മീൻപിടുത്തത്തിൽ ഞാൻ ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് നിന്നുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുക, പെട്ടെന്ന് മുന്നോട്ട് പോകുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. അതാ നമ്മുടെ വിഷയം. അപ്പോ ഈ പത്രോസിന് വേണ്ടി കരുതിയ കരുതലാ ഞാൻ ഈ പറഞ്ഞു വന്നേ. പടക് നിറച്ചു കൊടുത്തു. പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല. ഈ മീൻ നാറിയ ആ കയ്യിലുണ്ടല്ലോ, സ്തോത്രം, തേജസ്സിന്റെ സുവിശേഷം വെച്ചു കൊടുത്തു. സ്തോത്രം. മീൻ നാറിയ കയ്യിൽ, സ്തോത്രം, മീന്റെ വലയുമായി കൊണ്ടു നടക്കുന്ന ആ സ്വഭാവമുള്ള പത്രോസിന്റെ കയ്യിലേക്ക് എന്ത് കൊടുത്തു? തേജസ്സിന്റെ സുവിശേഷം കൊടുത്തെന്ന്. പുള്ളി അത് പറഞ്ഞു, ഞാൻ യോഗ്യനല്ലെന്നും പറഞ്ഞ് പാപമേറ്റ് പറഞ്ഞ് ദൈവസന്നിധി നെടുമ്പാട് വീണ് കഴിഞ്ഞപ്പോ കർത്താവിന് മനസ്സിലായി, ഇവൻ യോഗ്യനാ. കർത്താവിന്റെ മുമ്പ് എങ്ങനെയാ യോഗ്യത ഉണ്ടാകുന്നത്? പറയാം, നിന്റെ കുറവേറ്റ് പറഞ്ഞ് ദൈവസന്നിധി നെടുമ്പാട് വീഴാമോ, നീ കർത്താവിന് യോഗ്യനായി മാറും. കർത്താവിന് അങ്ങനെയുള്ളവരെ ആവശ്യം. ഞാൻ ഏതാണ്ട് ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നവരെ കൊണ്ട് കർത്താവിനൊരു ആവശ്യവുമില്ല. അങ്ങനെയുള്ളവനെ കൊണ്ട് ഈ ഉറങ്ങുന്നവനെ ഉണർത്താൻ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ ഒക്കത്തില്ല. ഇന്ന് ആത്മീയ കോളത്തിൽ ഉറക്കം നടിക്കുന്നവരാ കൂടുതൽ. ഉറങ്ങുന്നവരല്ല, ഉറക്കം നടിക്കുക. ഇതെല്ലാം കേൾക്കും. ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ ഇറങ്ങിപ്പോവാണോ എന്ന് അറിയത്തില്ല. എല്ലാം എത്ര വചനം ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യോ, എന്ത് ദൂത് കേട്ടു. ഈ ദൂതെല്ലാം അകത്ത് കയറിയിട്ട് എന്താ പ്രയോജനം? കർത്താവിന് വേണ്ടി എന്ത് പ്രയോജനപ്പെട്ടു? ഞാൻ നിങ്ങൾ പ്രവാചകൻ വന്നപ്പോ കൈയടിച്ചോ തുള്ളിയോ അന്യഭാഷ പറഞ്ഞോ എന്നല്ല ഞാൻ ഈ ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി എന്ത് പ്രയോജനപ്പെട്ടു?
ദൈവം നിങ്ങളെ തേജസ്സിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ നാറിയ കരങ്ങളിൽ തേജസ്സിന്റെ ശുശ്രൂഷ പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ നിന്റെ ജീവിതത്തെ അമ്പെ മാറ്റി ആമേൻ അത്ഭുതകരമായ ചില പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിൽ ചെയ്ത് നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി നിന്നെ എന്റെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ നാമത്തിന് വേണ്ടി ആമേൻ ദേശത്ത് വേർതിരിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവന്റെ നാമത്തിന് വേണ്ടി എത്രമാത്രം നീ ശോഭിക്കുന്നുണ്ട്? ഒന്നാഴമായി ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, പത്രോസിന്റെ ആമേൻ നാറുന്ന കരങ്ങളിൽ ആമേൻ തേജസ്സിന്റെ സുവിശേഷം കൊടുത്തു. അങ്ങനെ ആമേൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതേ നീ പിന്നെയും നാം കാണുന്ന ഭാഗം വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് വരിക, സമയത്തിന്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കർത്താവ് മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം 7 ഒരുമിച്ച് 7 പേരുണ്ട്. അവരുടെ വാക്യങ്ങളൊക്കെ എല്ലാം വായിച്ച് പറയാൻ സമയമെടുക്കുന്നില്ല. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചാൽ മതി. സ്തോത്രം. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. ഏതായാലും ശുശ്രൂഷയും കൃപയും ഒക്കെ ദൈവം തന്നു, ഇത്രയൊക്കെ ആക്കി നമ്മളെ കൊണ്ടുവന്നു ഒക്കെ ശരിയാ. പക്ഷെ കർത്താവ് ഇപ്പൊ കൂടെയില്ല. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെന്നൊക്കെ പറയുന്നു. ഞങ്ങള് അവിടെ പോയി കണ്ടതൊക്കെയാ, കർത്താവിന്റെ കല്ലറയിൽ പോയതാ. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോ പഴയ ആ പരുവത്തിലേക്ക് ഞാനൊന്ന് പോവുക. അപ്പൊ അതിന് കൂട്ടായ്മ കൂടാനായിട്ട് ചിലരുണ്ടായി. 7 പേര്. അവരൊരുമിച്ചൊരു പോക്കങ്ങ് പോയി. ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചു. എവിടാ? തിബരിയോസ് കടൽക്കരയിൽ. ഇതെല്ലാം ഗലീലക്കടലിലുള്ളതാണ് ഈ ഭാഗങ്ങൾ. തിബരിയോസും ഗന്നേസരത്തും ഒക്കെ ഗലീലക്കടലിന്റെ ഭാഗങ്ങളാണ്. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ഈ ഭാഗത്ത് ചെന്ന് പത്രോസും തന്നോട് കൂടെയുള്ള 7 പേർ ഒരുമിച്ച് മീൻ പിടിക്കാൻ തുടങ്ങി. രാത്രി ഭയങ്കര മീൻപിടുത്തവാ. പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ രാത്രി ഒന്നും പിടിച്ചില്ല. കാരണം ശുശ്രൂഷയൊക്കെ കൊടുത്ത്, കൃപ കൊടുത്ത്, ആത്മീയമായി ഉണർത്തി ഉയർത്തിയൊക്കെ കൊണ്ടുവന്നേച്ച് ദൈവസന്നിധി നിർത്തിയെങ്കിൽ പഴയ പണിക്ക് പോയാൽ, പഴയ പരുവത്തിൽ ജീവിച്ചാൽ, സ്തോത്രം, തമ്പുരാന്റെ കരം നിനക്ക് അനുകൂലമാകുകയില്ല. തമ്പുരാൻ നിന്നോട് ഇടപെടും. സ്തോത്രം. ചിലരോടൊക്കെ പറയാ, നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് മുൻപോട്ട് വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒന്നും പിടിക്കാൻ കഴിയത്തില്ല. എത്ര വല വീശിയാലും ശരി, എതിരെ പോയാലും ശരി, ഏതൊക്കെ ചെയ്താലും ശരി, കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോകും. കൊഴാമറച്ചില്ല. ഇവിടെ ആകപ്പാട് കുഴഞ്ഞെന്നേ. പത്രോസ് പ്രായി കാണും, ചീത്ത പിടിച്ച് കാണും, പലതും പറഞ്ഞു കാണും. കൂട്ടത്തിലുള്ളവന്മാരും പറഞ്ഞു, അയ്യോ അന്നേ ഞങ്ങൾ ഓർത്തതാ. ആ കൂടെ പുറകെയൊക്കെ പോയിട്ടും ആമേൻ കാര്യമൊക്കെ ശരിയാ, കർത്താവും പോയി, എല്ലാരും പോയി, ഇപ്പൊ ആരുമില്ല. എല്ലാം ചെയ്യും. ഈ രാത്രി വല്ലതും പിടിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. രാത്രി മുഴുവൻ നോക്കി പിടിക്കുക, വലയെറിയുക, അവിടെ എറിയുന്നു, ഇവിടെ എറിയുന്നു, പോകുന്നൂടെ എല്ലാം എറിയുന്നു. ആമേ പടകം കൊണ്ട് നടക്കുക. ഒന്നും പിടിച്ചില്ല. ആ രാത്രിയിൽ, വാക്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നില്ല, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. എനിക്ക് അതിലാ സന്തോഷം. അപ്പൊ രാത്രി മുഴുവൻ ഇവര് കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകളെല്ലാം കണ്ടുകൊണ്ട് ഒരുവൻ കരയിൽ നിൽപ്പുണ്ട്. തേജസ്സിന്റെ സുവിശേഷം ഏൽപ്പിച്ച് വിളിച്ച് വേർതിരിച്ച് മീനിനേക്കാൾ മനുഷ്യ മീനുകളെ പിടിക്കാനായിട്ട് നിന്നെ അവിടുന്ന് മാറ്റിമറിച്ച കർത്താവിന്റെ സാന്നിധ്യം നീ കാണുന്നില്ല. കരയിൽ നിപ്പോണ്ട്. നീ കിടന്ന് മല്ലടിക്കുക, നീ കിടന്ന് കുടയുക, നീ കിടന്ന് വലയിറക്കുക, നീ കിടന്ന് പടകും വലയായിട്ട് ഓടുക. രാത്രി മുഴുവൻ ഓടുമ്പോൾ ഒരുവൻ കരയിൽ നിപ്പുണ്ട്. വളരെ ശ്രദ്ധയോടെ തന്റെ അരുമ ശിഷ്യന്മാരെ വീക്ഷിച്ചുകൊണ്ട് ഒരുവൻ കരയിൽ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നേരം പരവര വെളുത്തു വരിക. ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുകൊണ്ടോ? എനിക്ക് വളരെ സന്തോഷം തോന്നി. കൂട്ടാൻ വല്ലതുകൊണ്ടോ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അപ്പൊ ഈ സമയത്ത് ഈ ശബ്ദം കേട്ടപ്പോഴേ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാന്ന് പറഞ്ഞു. കേട്ടോ? സ്തോത്രം. പടകിന്റെ വലതുഭാഗത്ത് വീശാൻ അന്നും കർത്താവ് പറഞ്ഞു. വലതുഭാഗത്ത് വീശി. എത്ര മീൻ കിട്ടി? 150. അയ്യോ,
ഈ സമയത്ത് യോഹന്നാൻ പറയുന്നത് കർത്താവാ. കാരണം മാർബോട് ചാരിയുന്നവനാ യോഹന്നാൻ. പത്രോസ് ഒരല്പം ദൂരെ ആയതുകൊണ്ട് കർത്താവാന്ന് മനസ്സിലായില്ല. അവിടെ എഴുതിയിരിക്കുന്നവൻ നഗ്നനാകിയാൽ അങ്കി വസ്ത്രം അരയെ ചുറ്റിയിട്ട് എടുത്തു ചാടി വെള്ളത്തിലോട്ട്. ഞാൻ ചോദിക്കട്ടെ, തേജസ്സിന്റെ വസ്ത്രം നിനക്ക് തന്നതല്ലേ? അതെ. ഇപ്പൊ നീ എങ്ങനെയാ നഗ്നനായത്? കൃപ ദൈവം നിന്നെ ധരിപ്പിച്ചതല്ലേ? ഇപ്പൊ കർത്താവ് നിന്നെ ശ്രദ്ധിച്ചപ്പോ നീ പഴയ പരുവത്തിലാ. ഏതാ? നിന്റെ കൃപയെല്ലാം കളഞ്ഞേച്ച് ഇപ്പൊ പഴയ പരുവത്തിൽ പോയിരിക്കുക. ശ്രദ്ധിക്കണം, പഴയ പരുവത്തിലേക്ക് ഇറങ്ങരുത് കേട്ടോ. പിന്മാറ്റക്കാരാ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുക. ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം നിന്നെ വേർതിരിച്ച് ദൈവികമായ അനുഭവങ്ങൾ, അതിൻ്റെതായ വിടുതലുകൾ, നന്മകളെല്ലാം തന്ന് കഴിഞ്ഞ നാളിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവശബ്ദത്തിനും ദൈവഹിതമല്ലാത്ത വഴിച്ചാലുകളിലൂടെ ഈ ദിവസങ്ങളിൽ അബദ്ധസഞ്ചാരം ചെയ്യുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സായാഹ്ന വേള ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ മടങ്ങി വരേണ്ട സമയമാ. നിന്നോട് ദൈവം ഇടപെടുകയാ. നിന്റെ ജീവിതചര്യകളെ കാണുന്ന ഒരുവൻ ആ കരയിൽ നിൽപ്പുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പടകിൽ നീ ആഞ്ഞു പിടിക്കുന്നതും നീ കുഴയുന്നതും നിന്റെ തകർച്ചയും നിന്റെ കുടുംബത്തിന്റെ തകർച്ചയും എല്ലാം അറിയുന്ന ഒരുവൻ, ഇന്നലകളിൽ നിനക്ക് വേണ്ടി ഇടപെട്ട ഒരുവൻ. ആമേൻ. നീ വിചാരിക്കും അവൻ നിന്നെ അറിയുന്നില്ലെന്ന്, അവൻ നിന്നെ കാണുന്നില്ലെന്ന്, ആമേൻ, അവൻ നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന്. ആമേൻ. നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. നീ ഒന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു തിരിവ് നിനക്കുണ്ടാകട്ടെ, ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ, ഒരു മടങ്ങിവരം ഉണ്ടാകട്ടെ. ദൈവ ശബ്ദം കേട്ട് ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞ നാളിൽ മുൻപോട്ട് വന്ന ജീവിതത്തിൽ വന്ന ബമ്പപരാജയങ്ങളുടെ നടുവിൽ വേദനിപ്പിച്ച് ദൈവ സാന്നിധ്യത്തിൽ നകന്നുപോയ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങിവാ. നിന്റെ മടങ്ങിവരവിന്റെ ദിനങ്ങളായി ദിനങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മടങ്ങിവരവിന് വേണ്ടി കൊതിക്കുന്നു. ആമേൻ. യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്താവാ. ആരയിൽ സ്തോത്രം വസ്ത്രം ചുറ്റി പത്രോസ് എടുത്ത് ചാടി കേട്ടോ. നഗ്നനാകൊണ്ട് എടുത്ത് ചാടി. നഗ്നനാണോ? അതെന്നേ. സ്തോത്രം. കർത്താവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം വെളിപ്പെട്ടു. അതാ, കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. കർത്താവാണോ? നിന്റെ നഗ്നത വെളിപ്പെടും. യെസ്. നിന്റെ പോക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ ഇടപാടും കർത്താവിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇവിടെ പലരെയും മറയ്ക്കാം. പലർക്കും മുമ്പിൽ നിനക്ക് മറയ്ക്കാമെന്നേ. അതെന്നെ. പക്ഷെ എന്റെ കർത്താവിന്റെ സന്ധി മറയ്ക്കാൻ പറ്റുകയില്ല. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും അവൻ അറിയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പ്രാവശ്യം നീ ഇരുന്നു? എത്ര പ്രാവശ്യം എഴുന്നേറ്റു? ഒന്ന് എണ്ണി നോക്കിയേ. പക്ഷെ അവന് കണക്കറിയാം. ഇരുന്ന് എത്ര ഉണ്ടെന്നുള്ളത് എന്റെ കർത്താവിന് അറിയാവുന്നു. നീ എഴുന്നേറ്റത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കർത്താവിനറിയാം. പക്ഷെ നമുക്ക് കണക്കറിയത്തില്ല. നമ്മൾ കണക്ക് കൂട്ടിയാലും ചിലപ്പോൾ തെറ്റിയെന്ന് വരാം. എന്നാൽ തെറ്റാത്ത ഒരുവനുണ്ട്. ഇരുട്ട് പോലും അവന് മറവായിരിക്കുന്നില്ല. അവന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കുന്ന നിന്റെ സ്ഥിതിയെ എന്റെ കർത്താവ് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, 153 പെരുത്ത വലിയ മീനെ വലിച്ചു കയറ്റി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവരോട് പറയുക, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, അങ്ങ് കഴിഞ്ഞ നാളിൽ എത്രയോ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അവരെ വിടുവിച്ച് അങ്ങയുടെ ശിഷ്യന്മാരാക്കിയതാ. ഇപ്പൊ അവന്മാര് കാണിച്ച പണി കണ്ടില്ലേ? അവർക്കിട്ട് 2 എണ്ണം ചൂരൽ കൊണ്ട് കൊടുക്കാനുള്ളതിന് നമുക്കൊക്കെ അങ്ങനത്തെ ചിന്താഗതിയാ വരും. പക്ഷെ കർത്താവ് പറയാ, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഇവര് പിടിച്ചോണ്ട് വരുന്ന മീൻ പച്ചമീനാ. ഇവിടെ നല്ലതുപോലെ കനലിനകത്ത് വേവിച്ച മീനിരിക്കുക. സ്വോത്രം, 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 സ്വോത്രം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. എവിടെ കിട്ടും? എങ്ങനെ കിട്ടും? തിബരിയോസ് കടൽക്കരയിൽ രാത്രി മുഴുവൻ ആ തണുപ്പിനെ വകഞ്ഞു മാറ്റി അധ്വാനിച്ച ആ ശിഷ്യന്മാരുടെ മുൻപിൽ അവർക്ക് വേണ്ടി ഒരു കരുതൽ. സ്തോത്രം, സ്തോത്രം. നീ പച്ചമീനെ പിടിക്കാൻ പോയത് നിനക്ക് വേണ്ടി തീക്കനല് കൂട്ടി.
തീക്കരലിനകത്ത് വേവിച്ചെടുത്ത മനോഹരമായ മീന് പോരാ, അപ്പം, ഇതെല്ലാം കൂടെ ഒരുക്കി വെച്ചു വിളിക്കുക, കുഞ്ഞുങ്ങളെ വന്നാട്ടെ, പ്രാതൽ കഴിച്ചാട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇതാ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സയാന്റെ വേള ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തെ കൂടാതെ യാത്ര ചെയ്യുന്ന മനുഷ്യ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ മടങ്ങി വാ. നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ചിലതെന്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ എപ്പോ മടങ്ങി വരും? അവന്റെ ശബ്ദം നിന്നോട് മുഴങ്ങിക്കൊണ്ടിരിക്കുക. നീ മടങ്ങി വന്നാൽ നീ ദിവസങ്ങളിൽ വട്ടമിട്ട് പിടിക്കുന്ന ചില പരാജയങ്ങളായിരിക്കുമ്പോൾ, നീ കടന്നു പോകുന്ന മാർഗങ്ങൾ അവൻ പരാജയങ്ങളായിരിക്കുമ്പോൾ, അവൻ നീ പ്രതീക്ഷിക്കാത്ത ചിലതിനെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് വന്നാ മതി. കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളി. അവര് നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട അപ്പം, സ്തോത്രം, മീന്, ഇതെല്ലാം വെച്ചിരിക്കുക. അവര് വന്ന് കഴിച്ചു. സ്തോത്രം. ആ മീനെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് ശ്രദ്ധിച്ചേ. അവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. കഴിഞ്ഞ 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് കർത്താവിനോട് ഒരുമിച്ച് ശുശ്രൂഷിച്ചവർ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ അവര് കടന്നുപോയ മേഖലകളിൽ എന്റെ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ട്, അവരെ തേടി വന്നിട്ട്, അവർക്ക് വേണ്ടി കരുതി വെച്ച കരുതൽ കണ്ടപ്പോ അവര് വല്ലാതെ വിഷണ്ണരായി. അവരുടെ കണ്ണുകൾ കർത്താവിന്റെ മേൽ പതിയുന്നില്ല. അവരന്യോന്യം അവൻ ഭാരത്തോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അന്യോന്യം അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ വിളിച്ചു. പത്രോസേ, ഇപ്പൊ 153 വലിയ മീൻ, മാത്രമല്ല കടലിന്മേൽ ചുട്ട അപ്പം, മീന്, ഇതെല്ലാം നിന്റെ മുൻപിലുണ്ട്. എന്നാൽ ഒരു കാര്യം, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഓ, കണ്ടോ, എന്റെ കർത്താവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്താൻ പോവാ. ഈ ഗന്നേശ്വരത്ത് തടാകത്തിന്റെ അല്ല തിബരിയോസ് കടൽക്കരയുടെ ആ പുത്തൻ പ്രഭാതത്തിൽ, മഞ്ഞണിഞ്ഞ പ്രഭാതത്തിൽ എന്റെ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് എന്റെ ഉദ്ദേശം എന്തെന്ന് വെളിപ്പെടുത്താൻ പോവാ. കേവലം മീനും അപ്പവും കൊടുത്ത്, കുറച്ച് മീനെ പിടിച്ചു കൊടുത്ത് അവരെ വിടാൻ പോവല്ല. ഇതിന്റെ നേതാവായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി അവനെ വിളിച്ചു നിർത്തിയ ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് പറഞ്ഞൊരു പദം അഗപ്പേ എന്നുള്ള, സ്നേഹത്തിന് പറഞ്ഞിരിക്കുന്ന പദം അഗപ്പേ എന്ന് പറഞ്ഞാൽ ത്യാഗപൂർണമായ, പ്രതിജ്ഞാബദ്ധമായ ആ സ്നേഹം നിനക്ക് എന്നോടുണ്ടോ? നീ പിടിച്ച ഈ മീനിനേക്കാൾ, നിങ്ങളിപ്പോ കൊണ്ടുവന്ന ഈ 153 മീനിനേക്കാൾ, നിങ്ങളുടെ കൂടെയുള്ളവരെക്കാൾ അധികം സ്നേഹം നിനക്ക് എന്നോടുണ്ടോ? കഴിഞ്ഞ നാളിൽ ഇവരാരും സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിച്ചോളാം, ഇവര് തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയുകയെന്ന് പറഞ്ഞ നീ 3 വട്ടം തള്ളിയത് കേട്ടോ. പൊങ്ങച്ചൻ പറയുന്ന പുള്ളികളെ സൂക്ഷിച്ചോണം. ഞാൻ ഇവരെ പോലൊന്നും അല്ല കർത്താവേ, ഞാൻ തള്ളത്തില്ല. അവര് തള്ളിയാലും എനിക്ക് ആ വാക്യങ്ങളൊക്കെ ഞാൻ ചിന്തനീയമായ വാക്യങ്ങളാ, പറയാൻ സമയമില്ല. അതിനകത്ത് പറയാ, ഞാൻ ഇവര് തള്ളിയാലും തള്ളുകയില്ല. മത്തായി ചിലപ്പോൾ തള്ളും. സ്തോത്രം. ഈ ഭർത്തിമായി തള്ളി എന്ന് വരാം, യോഹന്നാനും തള്ളും, പക്ഷെ ഞാൻ തള്ളത്തില്ല. പക്ഷെ ഓർക്കോ, നീ മറ്റുള്ളവരെ പഴിചാരി നിന്റെ നിലനിൽപ്പ് ശരിയാകുകയില്ല. മറ്റുള്ളവരെ നീ വിധിക്കാൻ എന്തിനാ പോകുന്നത്? നീ മറ്റുള്ളവര് തള്ളുവോ തള്ളാതിരിക്കുകയോ ചെയ്യട്ടെ, നീ ദൈവസന്നിധി വിശ്വസതയോടെ നിൽക്കുക. സംഭവിച്ചതെന്തുവാ? 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഒരു ബാല്യക്കാരത്തിന്റെ മുമ്പിൽ പറയാ, ഞാൻ അവനെ അറിയുന്നില്ല. കർത്താവേ, ഇതാ ഹന്നാവിന്റെയും കയ്യപ്പാവിന്റെയും എല്ലാം 5 കോടതിയിൽ ഒരു രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഹന്നാവിന്റെ വീട്ടുമുറ്റത്ത് തല്ലുകൊണ്ട്, അടികൊണ്ട് അവന്റെ മുഖത്തെ രോമം വലിച്ചു പറിച്ച് ആ നിലകളിൽ അവൻ വ്യത അനുഭവിക്കുമ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുക പത്രോസ്. ഞാൻ ചോദിക്കട്ടെ പത്രോസേ, നിനക്ക് ഇച്ചിരി തണുപ്പുണ്ട്, നിനക്ക് തീ കായാനാ ഇപ്പൊ തോന്നിയത്? എന്റെ കർത്താവിന്റെ മുഖത്തെ രോമം ഒരു വലിച്ചു പറിക്കുക. യെസ്, നിന്റെ ശരീരത്തിൽ തണുപ്പേറ്റപ്പോ നീ തീ കായുകയായിരുന്നുണ്ടല്ലേ. വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ബാല്യക്കാരത്തി വന്ന് അവനോട് പറഞ്ഞു, നീ അവന്റെ കൂടെ ഉള്ളതാ. ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. 2ാമതും വന്ന് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഷേപ്പ് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ കുഴപ്പമുണ്ട്, കണ്ടാ ഷേപ്പുണ്ട്.
അപ്പൊ പറഞ്ഞു ഇയ്യോ അങ്ങനത്തെ ബന്ധമില്ലെന്ന് പറഞ്ഞു. മൂന്നാമത് വന്നപ്പം പ്രാകാനും ആണയിടാനും തുടങ്ങി. ഈ സമയത്ത് ഏറെക്കുറെ അപ്പുറത്ത് ഹന്നാവിന്റെ വീട്ടുമുറ്റത്ത് അടികൊണ്ട് നിൽക്കുന്ന കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി. ആ കരുണാദ്രമായ നോട്ടം പത്രോസ് അലറിക്കരഞ്ഞുകൊണ്ട് ഓടിയ ചരിത്രം പുസ്തകത്തിൽ കിടപ്പുണ്ട്. ചൂടാമാനബാലബ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് 3 വട്ടം ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞു, ഫിലേ എന്ന് പറയുന്ന ഒരു പദമാ പത്രോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞ ആ സ്നേഹമുണ്ട് കർത്താവേ. രണ്ടാമത്തെ വട്ടവും അതേ പദമാ പറഞ്ഞേ. എന്നാൽ മൂന്നാമത്തെ വട്ടം ചോദിച്ചപ്പോൾ പത്രോസിന്റെ അകം കത്തി. അവനറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ 3 വട്ടം തള്ളിപ്പറഞ്ഞ എനിക്ക് നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറയുമ്പോൾ മീനിനെ പിടിക്കാൻ മാത്രമല്ല അതിന്റെ ഇടയനായി ആ ഇടയ ശുശ്രൂഷ ചെയ്യാൻ കൂടെ പത്രോസിനൊരു നിയോഗം ദൈവം കൊടുക്കുകയായിരുന്നു. കണ്ടോ? ആദ്യം ഏൽപ്പിച്ച സ്ഥാനത്ത് പരാജയപ്പെട്ടു പോയവനെ പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളുകയല്ല, അവന്റെ അകം മനസ്സിലാക്കി അവനെ വീണ്ടെടുത്ത് വിടുവിച്ചു കൊണ്ടുവന്ന് അവനെ ഒരു ശുശ്രൂഷയ്ക്ക് അഭിഷേകം ചെയ്യുന്ന അവനെ ആയതിലേക്ക് ഒരുക്കുന്ന ഒരു അനുഭവമല്ലായിരുന്നു സത്യത്തിൽ അവിടെ നടന്നത്. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ വാക്ക് ദീർഘമാക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, വലിയ മീൻപിടുത്തമുണ്ടെങ്കിലും ശരി, നിനക്ക് വേണ്ടി ചില കരുതലുകൾ കർത്താവ് തന്നെങ്കിലും ശരി, ചില വിടുതലുകളും കൊട്ടാരവും വീടും നന്മകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഇതിനേക്കാൾ ഉപരി എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ? ഒരിക്കൽ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാൻ പറഞ്ഞു. നമ്മുടെ ഇതിൽ യാഗമർപ്പിക്കാനാ, ദഹിപ്പിക്കാനാ പറഞ്ഞ്. അബ്രഹാം തയ്യാറായി കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നീ സ്നേഹിക്കുന്ന കർത്താവിനേക്കാൾ മറ്റെന്തിനെ സ്നേഹിക്കുന്നു? അതിനെ യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കാൻ തയ്യാറുണ്ടോ? ചില മീനുകൾ 153 മീനുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി 7 പേരുടെയും കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി പത്രോസേ, നീ ഈ മീൻപിടുത്തത്തിന് ഇവരെ കൂട്ടി ഇറങ്ങിയില്ലേ? ഇറങ്ങി. പക്ഷെ നിന്നെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. നീ എന്റെ ആടുകളെ മേയ്ക്കേണ്ടവനാ. നീ എന്റെ ശുശ്രൂഷ ചെയ്യുന്നവനാ. നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? ഇനി നാളെ അവൻ വലയെടുത്തോണ്ട് പോകുമോ? അഗപ്പേ, അത്യാഗപൂർണമായ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തമായി വിളിക്കുകയാണ്. ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവനെ, ചില കരുതലുകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ദൈവവചനം വിട്ട്, ആലോചന വിട്ട്, ദൈവശബ്ദം വിട്ട് ഇറങ്ങുന്ന ജീവിതമേ, നീ മടങ്ങി വാ. ദൈവം നിന്നോട് ചോദിക്കുന്നു, ഇതേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ കുഞ്ഞുങ്ങളായിരിക്കാം നിനക്ക് വലുത്, കുടുംബമായിരിക്കാം, ആവശ്യങ്ങളായിരിക്കാം, വിഷയങ്ങളായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് ഈ സായാഹ്നവേളയിൽ എന്റെ കർത്താവിനെ തലക്ക് നിർത്താൻ തയ്യാറുണ്ടോ? ശുശ്രൂഷയെ തലക്ക് നിർത്താൻ തയ്യാറുണ്ടോ? ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തെ തലക്ക് നിർത്താൻ തയ്യാറുണ്ടോ? ഒരഗപ്പയുടെ പ്രതിജ്ഞാബദ്ധമായ സ്നേഹം കർത്താവുമായിട്ട് നിറവേറ്റാൻ തയ്യാറുണ്ടോ? കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. യെസ്. യേശുവിൻ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി നമ്മുടെ മധ്യ ഇടപെട്ടുകൊണ്ടിരിക്കുക. പറഞ്ഞാട്ടെ, കർത്താവേ, ഇതിനേക്കാൾ എല്ലാം ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കും. എനിക്ക് വേണ്ടി കരുതുന്ന ആ കരുതൽ ഞാൻ മനസ്സിലാക്കി. ആ അത്ഭുതത്തിന്റെ പിന്നിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കും, അങ്ങയുടെ സാക്ഷ്യം വഹിക്കും, അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളും, അങ്ങയുടെ ശബ്ദത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകും. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും അങ്ങോട്ട് ഇട്ടുകൊടുത്തോണ്ട് പറഞ്ഞാട്ടെ, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കും, നിന്റെ വചനത്തിനൊത്തവണ്ണം ജീവിക്കും, അങ്ങയുടെ ഹൃദയത്തിനൊത്തവണ്ണം മുൻപോട്ട് പോകും. പരിശുദ്ധനായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിക്കുകയും അങ്ങയുടെ ഹൃദയത്തിനൊത്തവണ്ണം മുൻപോട്ട് പോകുവാൻ ഏവരെയും ഒരുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദമായി, വചനമായി, ആലോചനയായി കേൾക്കപ്പെട്ട ഈ ദൂതുകൾ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആഴമായി പതിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ധന്യകരമായ വിടുതലുകൾ വെളിപ്പെടുവാനിടയാക്കണം. ഈ ഗ്രൂപ്പിനെയും ശുശ്രൂഷകളെയും എല്ലാം ആദരിച്ചാട്ടെ. എല്ലാം കൊണ്ട് തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.